അസ്സലാമലൈക്കും ഗൈസ്, ഇതാണ് ഷാനു, ഞങ്ങളുടെ കോസ്റ്റ്യൂം കിങ്. അണ്ണൻ രാവിലെ എണീച്ച് അതുപോലെ തന്നെ അങ്ങ് പോകുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് NSS ക്യാമ്പിനാണ്. അപ്പൊ നമ്മളെ കുറിച്ച് സബ്സ്ക്രൈബേഴ്സിനെ അങ്ങ് പരിചയപ്പെടുത്തി. ഗൈസ്, ഇതാണ് അമീൻ. ആള് വീഡിയോയിൽ ആറ്റിറ്റ്യൂഡ് ആണേലും ആളൊരു പാവാണ് കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ പോകുന്നത് ഫ്ലാഷ് താഴോട്ടടിച്ചു അല്ല, നമ്മളൊന്നും കാണൂല, നിലത്ത് പോകും. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. യെസ്, പിന്നെ ഇതാണ് ഹന്ന ബഷീർ ഫ്രം BSW. പിന്നെ ഫ്ലാഷ് അടിച്ച നിലത്ത് കൂടെ വലിയ സുഖം ഉണ്ടാവില്ല. അപ്പോ എന്താണ് നമ്മളെ ക്യാമ്പിനെ കുറിച്ച് പറയാം? നമ്മളെ ക്യാമ്പ് അടിപൊളിയാണ്. നമുക്ക് ഫസ്റ്റത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാല് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാല് പുറത്തിരുന്നിട്ട് എന്തൊക്കെയൊക്കെ കിട്ടി, എന്തൊക്കെയോ നാച്ചുറൽ ആയിട്ടുള്ള ഫീല് കിട്ടി. അതെ. താങ്കൾക്കോ? ക്യാമ്പ് വാവാണ്, ആദ്യമായിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതന്നെ കണ്ടില്ലേ, ഇവിടെ ജുമാനെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും ഇവിടെ 2 കസാല എടുത്തിട്ട് ആ കസാല ഒന്ന് കൈമ പിടിക്കുക. ആ ഒരു സെൽഫായിട്ടുള്ള ആ ഒരു തിങ്കിങ് ജുമാനക്ക് വരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ജുമാന ചിലപ്പോ എന്നോട് ചോദിക്കും, ഓർമ്മ ഉണ്ടേല് അതെന്താ എനിക്ക് പിടിച്ചാല്, ഞാൻ മീഡിയന്നാണ്, അപ്പൊ അങ്ങനെ പിടിക്കാൻ പറ്റൂല. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഫ്ലാഷ് ഓൺ ആക്കാൻ. ഇതാണ് ഗൈസ് മൈ നെക്സ്റ്റ് സബ്സ്ക്രൈബർ, നജില ഫ്രം അവേൽത്ത്, കാന്തപുരം, ഫ്രം BSW. അതെ. അപ്പൊ എന്താണ് ക്യാമ്പിനെ കുറിച്ച് പറയാനുള്ളത്? ക്യാമ്പ് വളരെ നല്ല ക്യാമ്പാണ്, നല്ല ഗുഡ് ഫീലിംഗ്. പിന്നെന്താ പറയാ, ഇത് കിട്ടാത്തവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല മെമ്മറീസ്, അടിപൊളി. തണുക്കുണ്ടോ? ചെറുതായിട്ട്. ഇതാണ് പിന്നെ ആയിഷ അത്തുഫ്. ഇത് നസ്രിൻ ഫ്രം BSW. നമ്മുടെ എല്ലാ പ്രോഗ്രാമും കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ് നസ്രിൻ. അതിന് നമ്മളൊരു ബിഗ് താങ്ക് യു. ഞാനല്ലേ, അതെ, ബിഗ് താങ്ക്സ് തന്നെ പറയണം. കാരണം നസ്രിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെ കോർഡിനേറ്റ് ചെയ്ത് നമ്മളിവിടെ ഈ ഒരു ലെവലിൽ എത്തിയത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അതെ, നമ്മൾ കണ്ടറിയാം. പിന്നെ ഉറപ്പല്ലേ. ഇതാണ് ഞങ്ങളുടെ NSS സാർ, അംജദ് സാർ. സംഭവം സാറ് NSSന്റെ സാറാണ്, ഒരിക്കലും നാണം പാടില്ല എന്നൊക്കെ പറയണ്ടേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നമ്മള് ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇത് നിഷാം. ഫുഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? സൂപ്പർ, ഒന്നും പറയാ. വയനാടൻ മന്തി എന്താ പറയാനുള്ളത്? ഇത് നിഷാം ഫ്രം സൈക്കോളജി. ഇത് നാജിയ നസ്രിൻ സൈക്കോളജി. സെൽവ ഫ്രം സൈക്കോളജി. ഫുഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താ ചക്ക എന്താ അഭിപ്രായം? എല്ലാവരും കഴിച്ചിട്ട് പറയാം. ഗൈസ്, ഇതാണ് പിന്നെ രൂപശ്രീ. ഒരു ഹായ് കൊടുക്കോ? ഓ, രൂപശ്രീ ഇൻട്രോവേർട്ടാ. ഫുഡ്. ഗൈസ്, ഇതാണ് ഇന്ന ഖദീജ ഫ്രം BA ഇംഗ്ലീഷ്. എന്താണ് ക്യാമ്പിനെ കുറിച്ച് പറയാനുള്ളത്? ക്യാമ്പ് വെച്ച ഒരു അടിപൊളി ക്യാമ്പയിൻ. നമ്മളെ സാറിനെല്ലാം കൊണ്ട് സാറെല്ലാം പെർഫെക്റ്റ് ആയി, അടിപൊളിയായി, അടിപൊളി, ഒന്നും പറയാനില്ല. ഇതാണ് ഫിൻഷ ഫ്രം BCom ഫിനാൻസ്. എന്താണ് ക്യാമ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഇതാണ് റെവിൻ ഫ്രം BA ഇംഗ്ലീഷ്. പിന്നെ ഇതാണ് ഷഹന ഫ്രം
BCA, പിന്നെ ഷെറിനു ഫ്രം BCA. ബേബി ഫ്രം ഫുഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ മോശം അഭിപ്രായമാണ്. ഇതിനൊരിക്കലും ഡിസ്റെസ്പെക്ട് ചെയ്യരുത്. ഇതാണ് ബികോം. സെഹൽ ഫ്രം ബികോം. മൈ മിസ്റ്റേക്ക്. ഇതാണ് ശുഹൈബ്, ഞങ്ങളുടെ കേമോയിലെ ഗായകൻ. എവരുടെയും രോമാഞ്ച കുഞ്ചകമാണ് ഈ ശുഹൈബ് എന്ന വ്യക്തി. എന്താണ് നമ്മളെ ഫുഡിനെ കുറിച്ച് പറയാനുള്ളത്? ഫുഡ് അതായത് ഈ കാട്ടിൽ വന്നതിന് ശേഷം എല്ലാവർക്കും ഇത് കുടിച്ചോണല്ല, കാരണം നിങ്ങളൊക്കെ വലിയ മന്തി കഴിക്കുന്ന ആൾക്കാരാണ്. ഇതാണ് കാട്ടിലെ മന്തി. ഈ ചിക്കൻ കാല് നല്ല വളരെ ടേസ്റ്റാണ്. പിന്നെ ഇതാണ് ശ്യാം ഫ്രം ഇതാണ് അഫ്ലൽ ഫ്രം ഇത് ഷാമിൽ ഫ്രം ഇത് മനാസിർ ഫ്രം BCA. സ്ഥലത്തിന്റെ പേര് തോൽപ്പെട്ടി. ഫുഡ് ഫ്രം തോൽപ്പെട്ടി. ഫുഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? ചമ്മന്തി മൂട് സാധനം കഞ്ഞി ഓക്കെയാണ്, പക്ഷെ ചമ്മന്തി സീന്. ഓ അതാ ചമ്മന്തി. കപ്പന്റെ അവസ്ഥ എന്താ? ഉപ്പേരി കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ചമ്മന്തി. താങ്കളുടെ അഭിപ്രായം? സെയിം ചമ്മന്തി. ഇതാണ് ഫുൾ മൂഡ്. പിന്നെ ഇതാണ് അൽഫ ഫ്രം ബികോം. ഫിദ ഫ്രം ബികോം. ഫുഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇതാണ് ഒറ്റക്ക് വഴിവെട്ടി വന്ന ആദിൽ. അതാണ് ഒറ്റക്ക് ആദിൽ ഫ്രം BCA. എന്താണ് ഫുഡിനെ കുറിച്ച് പറയാനുള്ളത്? കഴിച്ചിട്ട് പറയാം. ഓക്കെ. ഫ്രം BBA. അറിയില്ല, പള്ളെ കണ്ടിട്ട് ഒരു സുഖമുണ്ട്, അത്ര പറയാം. ഷുഗർ കട്ടോ? ഓക്കെ നമുക്ക് അങ്ങോട്ടേക്ക് വിശദാംശത്തിലേക്ക് പോവാം. ഇത് റിയ ഫ്രം ബികോം ഫിനാൻസ്. എന്താണ് മന്തി കിട്ടാത്തോണ്ട് വിഷയമുണ്ടോ? മന്തി കിട്ടാത്തോണ്ട് വിഷയമുണ്ടോ? ഇത് റസൽ ഫ്രം BBA. എന്താണ് പാടി മോനെ, ഞാൻ ഉപ്പിട്ടതുകൊണ്ടാണോ അറിയില്ല. എന്താ മീൻ ഫ്രൈ? എന്താ ഫിഷ് ഫ്രൈനെ കുറിച്ച് പറയാം? ഫിഷ് ഫ്രൈ അല്ല, എന്റെ ചെസ്റ്റ് പീസ് സെറ്റാണ്. അടുത്ത റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതെന്തോ മത്സരാക്കി. എന്താണ് അശ്വിന്റെ അഭിപ്രായം? ഇതാണ് റയാൻ ഫ്രം BBA. എന്താണ് ഫുഡിനെ കുറിച്ച്? മന്തി കിട്ടാത്തതിന്റെ വിഷമം. താങ്കളുടെ എക്സ്പെക്ടേഷൻ എങ്ങനെയായിരുന്നു? ഇതാണ് റൗണക് ഫ്രം BCA. റൗണക്കിനെ പറ്റിയ ഏതെങ്കിലും കുട്ടികളുടെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക ഗൈസ്. ഇതാണ് റന BCA. BA ഇംഗ്ലീഷ്. ഞങ്ങളൊരു ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് ആഷിൽ ഫ്രം BBA. നമ്മളെ അതെ, ഞങ്ങളുടെ അപ്കമിങ് എന്റർപ്രണർ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാം വരാൻ മതി. ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി അന്ന ബഷീർ ഫ്രം PSW. ഇതാണ് നമ്മളുടെ റിഷാദ് ബാംഗ്ലൂർ ബോയ് ഫ്രം BBA. എന്താണ് ഫുഡിനെ കുറിച്ചുള്ള താങ്കളുടെ? അടിപൊളി രസമറിയോ? പിന്നെ നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ഒരേ ഒരു മുഖമാണ് ജയാൻ ഫ്രം BBA. ടെർമിനലിന്റെ ഓണറും കൂടിയാണ്.
ഓക്കെ 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 താങ്കൾ വലിയ താല്പര്യമല്ല ക്യാമറ തരാന്. പിന്നെ ഇതാണ് ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം. ഓക്കെ ഓക്കെ ഫിഷ് ഫ്രൈനെ കുറിച്ച് ഉണ്ടോ? നമുക്ക് ആവശ്യത്തിനിടാം. ഫുഡിനെ കുറിച്ച് എന്തെങ്കിലും അതാണ് എവിടെ പോയാലും ഫുഡിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് റിഷാദ് ഞാൻ കണ്ടെടുത്തത്. അതാണ് അപ്പൊ അവിടുന്ന് ഒരാൾ പറഞ്ഞ് ഫുഡ് തീരും പോരാ പറ്റ മോശമാണ്. പക്ഷെ റിഷാദിനെ കണ്ടെടുത്തോ റിഷാദ് എവിടെ പോയി എന്താണ് ഞാൻ ഇവിടുന്ന് പോവാണ് ഗൈസ്. അപ്പൊ ഓക്കെ ഇതാണ് ഇർഫാൻ ഫ്രം ബികോമിന്റെ സ്വകാര്യ അഹങ്കാരമാണ് ഇർഫാൻ. ഇർഫാന് വലിയ താല്പര്യമില്ല. പിന്നെ ഇതാണ് റിനു മെഹ്റി ഫ്രം ബികോം. ഇതിന്റെ അഭിപ്രായം ഇത് ജാസിം ഫ്രം ബികോം. ഇതേനൊക്കെ പറയല്ലോ പറയാറില്ല. ഇതാണ് അമാൻ ഫ്രം ബികോം. ഞാൻ അങ്ങനെ കോളേജ് കണ്ടില്ലല്ലോ. ഞാൻ NSSന്റെ ഗ്രൂപ്പ് ഇതിനെ മാത്രമേ കാണാറുള്ളൂ. വെല്ലുണ്ടോന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. എന്താ ചമ്മന്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ല ചമ്മന്തി. ഓക്കെ ഓക്കെ അതാണ് ഗൈസ് അമീൻ ഫ്രം BBA. എത്ര പ്രാവശ്യം നിഹാൽ ഫ്രം ESW. അതെ ഫുഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? വിഷ്ണു ഫ്രം ESW. നമുക്ക് വ്ലോഗ് ഏതായാലും മൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ ഓക്കെ ഒരു യോഗ